നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹനുമാന്റെ അടുത്ത് സുഷേനൻ എന്ന് പറഞ്ഞ ഇവരുടെ വൈദ്യം അറിയാവുന്ന ആളുണ്ട്. അത് പറയാണ്, പോയി മരുത്വാമലയിലെ സഞ്ജീവനി ചെടികളുണ്ട്, അത് കൊണ്ടുവരാൻ പറയുക. ഹനുമാൻ പറയുന്ന ശരിയാണ്, ഇപ്പം തന്നെ പോകും. അപ്പം ഹിമാലയ പർവ്വതത്തിൻ്റെ അടുത്താണ് ഇതുള്ളത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതിലേതാണ് ഈ സഞ്ജീവനി ചെടികൾ, ഇതൊന്നും മനസ്സിലാക്കുക. കുറേ ചെടികളുണ്ട് അതിൽ. അപ്പോൾ എല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഹനുമാൻ മലയോടെ പൊക്കി എടുത്തുകൊണ്ട് വരികയാണ്. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഇതിന്റെ മണം അടിക്കുമ്പോൾ തന്നെ പരിക്കേറ്റ് കിടന്ന വാനരന്മാർ എണീക്കും, ശ്രീ ലക്ഷ്മണൻ എണീക്കും, മരിച്ചുപോയ വാനരന്മാർ വരെ എണീക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് കേമമായിട്ടുള്ള ഔഷധമാണ് ഈ കൊണ്ടുവന്ന മൃതസഞ്ജീവനിയാണത്. അപ്പോൾ രാക്ഷസന്മാർ മരിച്ചു വീണവരെയൊക്കെ അപ്പം തന്നെ കടലിലേക്ക് എറിഞ്ഞു. അതുകൊണ്ട് രാക്ഷസന്മാരൊന്നും തിരിച്ചെണീറ്റ് വന്നില്ല, വാനരന്മാരെല്ലാവരും എണീറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വിഭീഷണൻ പറയുകയാണ്, നമുക്ക് ഇപ്പം തന്നെ ചെന്ന് ഇന്ദ്രജിത്തിന്റെ പൂജ മുടക്കണം. അവനെ പൂജ മുഴുവനാക്കി കഴിഞ്ഞാൽ അവന് വീണ്ടും ശക്തി കൂടും, നമുക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല, നമുക്ക് വേഗം പൂജ മുടക്കാമെന്ന് പറയാണ്. ആ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവർ ചെന്ന് അവിടെ യുദ്ധം ചെയ്ത് ഇന്ദ്രജിത്തിനെ അവസാനം കൊല്ലുകയാണ്. അങ്ങനെ രാവണൻ എല്ലാവരും പോയി, രാവണന് പ്രിയപ്പെട്ടവരെല്ലാവരും പോയി. അവസാനം രാവണൻ വരികയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവണൻ എത്തി, രാമനായിട്ട് യുദ്ധമാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് നടക്കുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് അവസാനം രാവണനെ എന്ത് ചെയ്തിട്ടും കൊല്ലാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ശ്രീരാമൻ ഓർക്കുന്നത് അഗസ്ത്യമുനി കൊടുത്ത ബ്രഹ്മാസ്ത്രം കയ്യിലിരിപ്പുണ്ടെന്നുള്ളത്. ആ ബ്രഹ്മാസ്ത്രം അയക്കുകയാണ്. അതോടെ രാവണൻ മരിച്ചു വീഴുകയാണ്. അങ്ങനെ രാവണനെ കൊന്ന് യുദ്ധത്തിൽ ശ്രീരാമൻ ജയിച്ചു. എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ വിഭീഷണനെ വിളിച്ചിട്ട് പറയുകയാണ്, രാവണന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം കേമമായിട്ട് തന്നെ നടത്തണം. എന്തൊക്കെയായാലും വലിയ രാജാവായിരുന്നല്ലോ, കേമമായിട്ട് തന്നെ രാവണന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുകയാണ്. അപ്പോൾ രാവണനെ കൊന്ന് രാവണന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് വിഭീഷണനെ പട്ടാഭിഷേകം ചെയ്യുകയാണ് രാജാവാക്കി. എന്നിട്ട് ഹനുമാനെ വിടുകയാണ് ശ്രീരാമൻ പോയി സീതയെ വിളിച്ചുകൊണ്ട് വരാൻ. ഹനുമാൻ ചെന്ന് കഴിയുമ്പോൾ സീതയുടെ അടുത്ത് രാക്ഷസിമാരിരിപ്പുണ്ട്. അപ്പോൾ ഹനുമാൻ ചോദിക്കുന്നുണ്ട്, ഈ രാക്ഷസിമാരെയൊക്കെ കൊല്ലണമെന്ന് ചോദിക്കും. അപ്പോൾ സീത പറയും, ഇല്ലില്ല, അവരൊന്നും എനിക്കെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അവരെ ഒന്നും ചെയ്യണ്ടെന്ന് പറയാണ്. സീതയും കൊണ്ട് ഹനുമാൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രീരാമനെ കാണുമ്പോൾ സീതയ്ക്ക് വലിയ സന്തോഷമാണ്. സീത ഓടിച്ചെല്ലും. അപ്പോൾ ശ്രീരാമൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഏറ്റവും പുണ്യവതിയായ സീത, എൻ്റെ പാവം സീത, പക്ഷേ ഇനിയിപ്പോൾ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് എനിക്ക് പറയാതെ പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് സീത അടുത്തെത്തിക്കഴിയുമ്പോൾ പറയാണ്, ഞാൻ പറഞ്ഞ ശബ്ദം ഞാൻ നിറവേറ്റി, ഞാൻ നിന്നെ രക്ഷിച്ചു, ഇനി നിനക്ക് എങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ പോവാന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടി നോക്കുകയാണ്, ഇത് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുക. കാരണം ഇത്രയും നാളായിട്ടും സീതയെ കാണണം എന്ന് പറഞ്ഞായിരുന്നു, വാനരന്മാരും കൂടി സീതയെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ എന്താ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കും. സീത പറയും, അങ്ങ് എന്ത് ഇങ്ങനെ പറയുന്നത്, ഈ ഒരു വർഷമായിട്ട് അങ്ങയെക്കുറിച്ച് തന്നെ ചിന്തിച്ചാണ് ഞാൻ ഇരിക്കുന്നത്, അങ്ങ് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, അങ്ങ് എന്ത് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയും, എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അയോധ്യയിലേക്ക് എന്ന് പറയാണ്. അപ്പോൾ സീത പറയാണ്, വേഗം ലക്ഷ്മണ തീ കൂട്ടു, ഞാൻ ഇപ്പോൾ ഈ അഗ്നിയിൽ ചാടി എൻ്റെ ജീവൻ കളയാൻ പോവാന്ന് പറയാണ്. ലക്ഷ്മണൻ ശ്രീരാമനെ ഇങ്ങനെ നോക്കും. അപ്പോൾ ശ്രീരാമൻ ചെയ്തോളാൻ പറയാണ്. ലക്ഷ്മണൻ അഗ്നി കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് സീത 3 തവണ ശ്രീരാമനെ വലം വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് എൻ്റെ പാതിവൃത്യത്തിനെ സംശയിച്ചു, എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഗ്നിയിലേക്ക് കയറുകയാണ്. സീതയുടെ ദേഹം പൊള്ളുന്നില്ല, സീതയ്ക്ക് ദഹിക്കുന്നില്ല, ഒന്നുമില്ല, സീതയ്ക്ക് ഒരു കുഴപ്പം പറ്റുന്നില്ല. വേഗം അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, അവിടുത്തെ പാതിവൃത്യ ശക്തി അത്രയ്ക്ക് കേമമാണ്, അത്രയും പതിവ്രതയാണ് അവിടുന്ന്. അപ്പോൾ എനിക്ക് ദേവിയെ ദഹിപ്പിക്കാനുള്ള കഴിവില്ല, അതിന് പറ്റുകയില്ല, കാരണം അത്രയ്ക്ക് പതിവ്രതയാണ് അവിടുന്ന് എന്ന് പറയാണ്. ശ്രീരാമചന്ദ്രനോട് പറയാം, അങ്ങ് തിരിച്ച് അങ്ങയുടെ ഭാര്യയെ സ്വീകരിക്കണം എന്ന് പറയാം. ഇത് കാണുമ്പോൾ ശ്രീരാമന് സന്തോഷമാവും. ശ്രീരാമൻ പറയും, എനിക്കറിയാം എൻ്റെ ഭാര്യ എത്രത്തോളം പതിവ്രതയാണെന്നുള്ളത്, അത് എല്ലാവരും അറിയണം എന്ന് എനിക്കുണ്ടായിരുന്നു. സീതയുടെ പാതിവ്രത്യ ശക്തിയെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യരുത്, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണിതെന്ന് പറയാം. എന്നിട്ട് അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ അയോധ്യയിലെത്തുകയാണ്. അയോധ്യ മുഴുവൻ സന്തോഷത്തിലാണ്. ഭരതനും ശത്രുഘ്നും ശ്രീരാമനെ ലക്ഷ്മണനെയും കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്, സന്തോഷത്തോടെ ആനയിച്ച് കയറ്റുകയാണ്. വിഭീഷണനും ഹനുമാനും സുഗ്രീവനും വാനരപ്പടകളും അവരുടെ ഭാര്യമാരും എല്ലാവരും കൂടിയാണ് വരുന്നത്. അന്ന് തന്നെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടത്തുകയാണ്. ശ്രീരാമൻ ലക്ഷ്മണനും സീതയും ഭരതനും ശത്രുഘ്നും അമ്മമാരും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭാര്യമാരും എല്ലാവരും കൂടി സന്തോഷമായിട്ട് അയോധ്യയിൽ ജീവിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.